കിഴക്കേ ഐമുറിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ കോടനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി പെരുമ്പാവൂർ നഗരത്തിൽ ഉണ്ടെന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കോടനാട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ പിടിയിലായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ നടന്ന സംഭവത്തിലെ പ്രതിയെ ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടി പെരുമ്പാവൂർ നഗരത്തിൽ നിന്നും കോടനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴക്കേ ഐമുറിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതി വെള്ളപ്പാട്ടിൽ വീട്ടിൽ ബിജുവിനെയാണ് കോടനാട് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുടുംബ വഴക്കിനെ തുടർന്ന് കയ്യിൽ കരുതിയ വാക്കത്തി ഉപയോഗിച്ച് പ്രതി ഭാര്യ ജാൻസിയെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള മലയിലേക്ക് ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി കോടനാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയ സാഹചര്യത്തിലാണ് ഇയാൾ പെരുമ്പാവൂർ നഗരത്തിൽ നിന്നും പിടിയിലാകുന്നത്. പെരുമ്പാവൂരിൽ പ്രതിയുണ്ട് എന്നുള്ള സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ പെരുമ്പാവൂർ നഗരത്തിൽ കോടനാട് പോലീസ് സംഘം അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് പ്രതി പിടിയിലാകുന്നത്. പിടികൂടിയ പ്രതിയെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. ഇതിനുശേഷം കോടനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. ഇയാൾ കുറ്റകൃത്യം ചെയ്തത് എന്തിനാണെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വ്യക്തമാകൂവെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.